السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസം നമ്മുടെ മുന്നിൽ ബലിപെരുന്നാളാണ്. ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് എന്നുള്ളതാണ്. ബലിപെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ച് പലർക്കും അറിയാമായിരിക്കും, എന്നാൽ പലർക്കും അറിയാത്തതും ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ ചില അവ്യക്തതകൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, ചെറിയ രൂപത്തിൽ ഒന്ന് ബലിപെരുന്നാൾ നിസ്കാരത്തെ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബലിപെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉള്ള നിസ്കാരങ്ങൾ അത് പെരുന്നാൾ നിസ്കാരങ്ങളാണ്. പെരുന്നാൾ നിസ്കാരങ്ങൾ മൊത്തത്തിൽ മറ്റു നിസ്കാരങ്ങളുമായിട്ട് ചെറിയ വ്യത്യസ്തതയുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ, പെരുന്നാൾ നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് കേവലം 2 റക്അത്ത് ഞാൻ ബലിപെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി 2 റക്അത്ത് സാധാരണ നിസ്കാരം പോലെ നിസ്കരിച്ചാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ രൂപം ലഭിക്കുന്നതാണ്. അതേ സമയത്ത് പൂർണ്ണമായ അതിന്റെ രൂപം എന്ന് പറയുന്നത്, പെരുന്നാൾ നിസ്കാരത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിന്റെ പ്രത്യേകമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്, അത് സാധാരണ പോലെ നിസ്കരിക്കുന്നതിന്റെ പുറമെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ വന്നു ചേരേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബലിപെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലാണ് ചുരുങ്ങിയ രൂപം. അങ്ങനെ കരുതിയാലും നിയ്യത്ത് ലഭിച്ചു. അതേസമയത്ത് അതിന്റെ പൂർണ്ണമായ രൂപം, ബലിപെരുന്നാൾ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഈ നിസ്കാരത്തിൽ, ബലിപെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണ പോലെ ആദ്യം വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് ഓതിക്കഴിഞ്ഞ് അഊദ് ഓതി ഫാത്തിഹ തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകളും, അതേസമയത്ത് 2ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ച് ഔദും ഫാത്തിഹയും ഓതുന്നതിന് മുമ്പായിട്ട് 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതാണ് ബലിപെരുന്നാളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത അതാണ്. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. അവിടെ പ്രത്യേകം ചൊല്ലേണ്ട ദിക്റാണത്. അത് ചൊല്ലുക. എന്നിട്ട് അതിന്റെ ശേഷം ഈ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ കഴിഞ്ഞ് അതിന്റെ ഇടയിലായി ഈ ദിക്റുകളും കഴിഞ്ഞതിന് ശേഷം ഔദു ഫാത്തിഹയും ഓതുക. അതിൽ സൂറത്തുൽ ഖാഫ് ഓതാം, അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും അതുപോലെ തന്നെ ഇഖ്തറബത്തി സഅ എന്ന് പറയുന്ന ആ സൂറത്തും, അത് ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്ന സൂറത്ത് ഓതാം. അതുപോലെ 2ാം റക്അത്തിൽ ഹൽ അതാക ആ സൂറത്തും ഓതാം. ഇനി ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ സാധാരണ ചെറിയ സൂറത്ത് ഓതിയാലും മതി, അതിന് തെറ്റൊന്നുമില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് സബ്ബിഹിസ്മി ഹൽ അതാഖയൊക്കെയാണ് എന്ന് മാത്രം. അതേസമയത്ത് അറിയാത്തവർക്ക് അറിയുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കാം. എന്നിട്ട് പിന്നെ അതുപോലെ 1ാമത്തെ റക്അത്തിൽ റുകൂഅ്, അതുപോലെ ഇത്തിദാല്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, 2ാമത്തെ സുജൂദും കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് നാം ഉയരുന്ന സമയത്ത് ആ ഉയർച്ചയിൽ ഉയർന്നു കഴിഞ്ഞതിന്റെ ശേഷം ഫാത്തിഹയും ഔദും ഫാത്തിഹയും ഓതുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ 5 തക്ബീർ ചൊല്ലണം. നേരത്തെ ചൊല്ലിയതുപോലെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. അങ്ങനെ 5 തക്ബീർ ചൊല്ലുമ്പോൾ ഓരോ തക്ബീറുകൾക്ക് ഇടയിലുമായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ദിക്ർ ചൊല്ലണം. അത് ചൊല്ലിയിട്ട് വീണ്ടും ഔദു ഫാത്തിഹ, പിന്നെ ഹൽ അതാക സൂറത്തോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സൂറത്ത് ഓതുക. എന്നിട്ട് അതുപോലെ റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലുള്ള ഇരുത്തം, അതിന്റെ ശേഷം അത്തഹിയ്യാത്ത്, സലാം വീട്ടുക. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ പുരുഷന്മാർക്ക് പെരുന്നാൾ നിസ്കാരം അവർക്ക് അത് പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മാത്രമല്ല, ഏറ്റവും നമ്മുടെ നാടുകളിലൊക്കെ എപ്പോഴും ആ ഒരു സുന്നത്ത് എല്ലാവരും കീപ്പ് ചെയ്യുന്ന ഒരു സുന്നത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പുരുഷന്മാരുടെ പെരുന്നാൾ നിസ്കാരത്തിന്, ജമാഅത്തായിട്ടുള്ള പെരുന്നാൾ നിസ്കാരത്തിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. അതിന്റെ ഒരു പവിത്രത വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് ശേഷം 2 ഖുതുബ നിർവഹിക്കണം. പള്ളിയിലുള്ള ഇമാമ് 2 ഖുതുബ നിർവഹിക്കണം. 2 ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ആ ഖുതുബകളിൽ സാധാരണ ജുമുഅക്ക് മുമ്പാണ് ഖുതുബയെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. ഈ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഖുതുബയിൽ ആദ്യത്തെ ഖുതുബയിൽ 2 ഖുതുബ നിർവഹിക്കണം. അതിനുശേഷം ചെറിയ ദുആ. ആദ്യത്തെ ഖുതുബയിൽ 9 തക്ബീറും 2ാമത്തെ ഖുതുബയിൽ 7 തക്ബീറുകളും ചൊല്ലേണ്ടതുണ്ട്. ഇടക്കിടക്ക് തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഖുതുബ ഓതുന്ന ആൾക്ക് അറിഞ്ഞാലും മതി. അപ്പോൾ അതിൽ പങ്കെടുത്ത് അതിലും കൂടി പങ്കെടുക്കുമ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ പലയിടത്തും അതിന്റെ ശേഷം, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം നമ്മളാക്കിയ, നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്ന പതിവും കൂടിയുണ്ട്. അതൊക്കെ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം.
അതോടൊപ്പം ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളത്, അതിൽ അവിടെ രണ്ട് കാര്യം പറയാനുള്ളത്. വലിയ പെരുന്നാളാകുമ്പോൾ നേരത്തെ പെരുന്നാൾ നിസ്കരിക്കലാണ് സുന്നത്ത്. ചെറു പെരുന്നാളിന് കുറച്ച് വൈകിയാലും, എന്ന് വെച്ചാൽ ഒരുപാട് വൈകണം എന്നല്ല പറയുന്നത്. വലിയ പെരുന്നാൾക്ക് വേഗം സൂര്യൻ ഉദിച്ച് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുതൽക്കാണ് അതിന്റെ പ്രധാന സമയം ആരംഭിക്കുന്നത്. വലിയ പെരുന്നാളിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അപ്പോഴാണ്. അപ്പോ അതിന്റെ ശേഷം പിന്നെ കൂടുതൽ വൈകാതെ നേരത്തെ നിസ്കരിക്കലാണ് വലിയ പെരുന്നാളിന്റെ സുന്നത്ത്. നമ്മുടെ നാടുകളിലൊക്കെ പിന്നെ ആളുകൾ എത്തിപ്പെടാനുള്ള ഒരു സാവകാശം കൊടുക്കാറുണ്ട്, അത് വേണ്ട തന്നെയാണ്. അതേ സമയത്ത് ചെറു പെരുന്നാൾക്ക് കുറച്ചും കൂടി ഒന്ന് വൈകുന്നതിന് പ്രശ്നമില്ല. കാരണം എന്തിനാണ്? വലിയ പെരുന്നാളാകുമ്പോൾ ഉദ്ഹിയ്യത്ത് കർമ്മം കൂടി അതിന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് അതിന് കുറച്ച് സമയം, വിശാലമായ സമയം ലഭിക്കാൻ വേണ്ടിയും ആണ് നേരത്തെ നിസ്കരിക്കണം എന്ന് പറയുന്നത്. ചെറു പെരുന്നാളാകുമ്പോഴോ ഈ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഈ പിന്നെ സക്കാത്ത് കൊടുക്കണമല്ലോ, ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്തിന്റെ അരി മറ്റുമൊക്കെ കൊടുക്കാനുള്ള ഒരു സാവകാശം അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് പിന്തിപ്പിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറെക്കുറെയൊക്കെ പലയിടത്തും അങ്ങനെ തന്നെയാണ് നടക്കാറും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നും നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം തന്നെയാണ് ഈ ബലി പെരുന്നാളിന്റെ നിസ്കാരം എന്ന് പറയുന്നത്, പെരുന്നാൾ നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഹുത്തുബ വേണം എന്നില്ല. അവർ ഈ രൂപത്തിൽ അവർ ഈ 7 തക്ബീറും 5 തക്ബീറും കൂടി കൂട്ടിയിട്ട് നിസ്കരിച്ചാൽ മതി. ഈ തക്ബീറുകളുടെ വിഷയം പറയുമ്പോൾ അഥവാ തക്ബീറുകൾ മറന്നുപോയാൽ അവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ തക്ബീർ മറന്നുപോയാൽ അതിന്റെ പേരിൽ സഹുവിന്റെ സുജൂദും ചെയ്യേണ്ട ആവശ്യമില്ല. തക്ബീർ മറന്നുപോയി എന്ന് വിചാരിച്ച് പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ച് ഒരു അപകടകരമായ കോട്ടം സംഭവിക്കുകയും ഇല്ല. അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിന്നുള്ള ശ്രേഷ്ഠത നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ പേരിൽ നമ്മൾ ചില ആളുകൾ സുബ്ഹാനല്ലാഹും ഒക്കെ പറഞ്ഞ് അവരുടെ നിസ്കാരം ബാത്തിലാക്കാറുണ്ട്. അങ്ങനെ ബാത്തിലാക്കേണ്ട ആവശ്യവും ഇല്ല. അതും കൂടി ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയില്ലത് എപ്പോഴാണ് ചെല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടാത്തത്. വലിയ പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ ചൊല്ലേണ്ട സമയം അറഫ ദിവസത്തിന്റെ സുബഹി മുതൽക്ക് അയ്യാമു തശ്രീഖിന്റെ അസർ വരെയുള്ള സമയങ്ങളിലുള്ള ഏത് നിസ്കാരങ്ങളുടെ ശേഷവും തക്ബീർ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് തൊട്ട് ഉടനെ തന്നെ ചൊല്ലലാണ് അതിന്റെ സുന്നത്ത്. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും അതിന്റെ ശേഷവും ആ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ ബലിമൃഗത്തെ എന്ന് പറഞ്ഞാൽ ബലിയിറക്കപ്പെടാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗം, ആ ഒരു മൃഗത്തെ കണ്ടാൽ തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് ബലിയിറക്കാൻ ഉദ്ദേശിച്ച മൃഗം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ബലിയെറുക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗം ആയാൽ തന്നെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നന്മകൾ ഈ പരമാവധി ഈ ദിവസങ്ങളിലുള്ള നന്മകളൊക്കെ പരമാവധി എടുക്കാനും അത്തരം നന്മകളെ കൊണ്ട് ധന്യമാക്കാനും അതുപോലെ ഈ തക്ബീറുകളും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ നാം ധന്യമാക്കുക. അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളിലൂടെ മാത്രം അള്ളാഹു അവൻ നൽകിയ ഈ ആഘോഷ ദിവസത്തെ നാം കൊണ്ടാടുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.